കുട്ടിയുടെ ജെനുവിൻ ആവശ്യമാണല്ലോ. എൻ്റെ വിശ്വാസ വസ്ത്രം എന്നെ ഇട്ടുകൊണ്ട് എനിക്ക് സ്കൂളിൽ കയറാൻ പറ്റുന്നില്ല. അതൊരു പരാതിയായിട്ട് കുട്ടിക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ അതിന് വലിയ പിന്തുണയും കിട്ടും. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് ഉന്നയിക്കാൻ പറ്റാത്തത്? ഈ നികൃഷ്ടജീവികൾ കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തുണ്ടാക്കിയ ഒറ്റ പ്രശ്നം കാരണമാണ്. എന്താണ് കാരണം? അവനെ പിന്തുണയ്ക്കേണ്ടവന്മാർ കൂടെ നിൽക്കാൻ പറ്റാത്ത വിധം മറ്റേതുമാർ കുളവാക്കി വെച്ചിരിക്കുകയാണ്. തട്ടവിട്ടവർ കയറണ്ട. എന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്? അങ്ങനെ വല്ല മൊല്ലാക്കന്മാരുടെ സ്കൂളുണ്ടെങ്കിൽ അവിടെ പോയി പഠിച്ചാൽ മതിയെന്ന്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്ന കുറേ മുന്നമാരുണ്ട്. അവന്മാർ എഴുതി വെച്ചാൽ എന്താണ്? അങ്ങനെ തട്ടവിട്ട് മാത്രമേ പറ്റുള്ളെങ്കിൽ പഠിക്കേണ്ട, വേറെ വല്ല പണിക്കും പോട്ടെ എന്ന്. അപ്പോൾ ഈ ചെക്കൻ, ഈ പാവം പിടിച്ച മനുഷ്യൻ, അവൻ്റെ കറുത്ത വസ്ത്രത്തിൻ്റെ അവകാശം ഉന്നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവന്മാരിത് കുളമാക്കി വെച്ചിരിക്കുകയല്ലേ. എങ്ങനെ കേരളത്തിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെടും? അങ്ങനെ മതവസ്ത്രം വിട്ട ഒരുത്തനും ഒരു സ്കൂളിലും കയറണ്ടെന്നാണ് അവനെ പിന്തുണയ്ക്കേണ്ട ഈ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ നശിപ്പിച്ചതാണിത്. അതിൻ്റെ തിക്തഫലം ആരും അനുഭവിക്കുന്നു? അന്ന് ഈ പറയുന്ന വർഗീയ ഭ്രാന്തന്മാരെ മാനസികമായിട്ടെങ്കിലും പിന്തുണച്ച മനുഷ്യന്മാർക്കുള്ള പാഠമാണിത്. നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ശബരിമലയിലെ മാറിയിട്ടൊരു സ്കൂളിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. മിണ്ടാൻ പറ്റാതെ വരുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് ഒറ്റ ഒരുത്തം മിണ്ടുന്നുണ്ടോ? സിദ്ധാന്തങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരുത്തം മിണ്ടുന്നുണ്ടോ? ഇപ്പം പല ആൾക്കാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും വീഡിയോകളും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ആ സെയിൻറ്റ് റീത്ത സ്കൂളിൽ ബഹളം ഉണ്ടാക്കി വലിയ ഡയലോഗ് ഇട്ട ഈ വിഷയം കഴിഞ്ഞിട്ട് പിന്നെയും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന കക്ഷിയുണ്ട്. അയാൾ ഇപ്പോൾ അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയാണ്, PTA പ്രസിഡന്റ്. അയാളുടെ പണി ഉദ്ദേശവും വേറെയായിരുന്നു. അതിന് അദ്ദേഹം മാക്സിമം കലക്കി. ആ കലക്കലിൻ്റെ കൂടെ നിന്ന് കൊടുത്തു. കെ സുരേന്ദ്രൻ എവിടെ? മുല്ലമാരുടെ സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ സുരേന്ദ്രൻ എവിടെ? അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ വല്ല RSSൻ്റെ സ്കൂളിലും പോയി പഠിക്കട്ടെ എന്ന് ഈ കുട്ടിയോട് പറയാൻ ഇയാൾക്ക് പറ്റുമോ? അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത്? അപ്പോൾ ആ കുഞ്ഞിനെ ഒരു പരാതി പോലും ഇല്ലാതെ നിശബ്ദനായി 10 ദിവസം സ്കൂളിൽ പോകാതെ വീട്ടിലിരുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഈ കൊച്ചിയിൽ പ്രശ്നം ഉണ്ടാക്കിയ വഷളാക്കിയവന്മാരാണ്. അല്ലെങ്കിൽ എന്തായിരുന്നു? അവിടെ നമുക്കൊരു ന്യൂട്രൽ പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ, മതങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവരെല്ലാം ഉൾക്കൊള്ളുന്ന സമീപനം ടീച്ചേഴ്സ് എടുക്കണമെന്നായിരുന്നു. അവിടെ എല്ലാവരും കൂടി ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അവിടെ വന്ന് MP-യും MLA-യും എല്ലാം അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയും സംസാരിച്ചേനെ, അവനും സ്കൂളിൽ കയറാൻ പറ്റിയേനെ. കാരണം അതിനൊരു പരിസരം ഉണ്ടായേനെ. ഇപ്പം മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ സാധാരണ മനുഷ്യന്മാരുടെ വിശ്വാസപരമായ റൈറ്റ്സിനെ ആരാ ഇവിടെ കൂടുതലുള്ളത്? വിശ്വാസികൾ തന്നെയാണ്. അവരുടെ റൈറ്റ്സിനെ, അവർക്കത് ശബ്ദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ച ഈ വിപത്തുണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഇവർ തന്നെ എടുക്കേണ്ടി വരും. ഞാൻ ആ കുട്ടിയുടെ കൂടെയാണ്. കുഞ്ഞ് അവൻ്റെ വിശ്വാസം, ആ വിശ്വാസത്തോടു കൂടി പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അവരൊക്കെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ആ കുട്ടിയെ മാറ്റിയെടുത്തിക്കൊണ്ട് എന്ത് ഡിസിപ്ലിനാണ് നിങ്ങൾ കൂടുതലായി ഉണ്ടാക്കാൻ പോകുന്നത്? ഈ പ്രശ്നമുണ്ട്. അത് പബ്ലിക് ഓർഡറിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് അതിനകത്തൊരു തീരുമാനം എടുക്കാം. ഇതല്ലാതെ എന്തിനാണ് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുക? അങ്ങനെ ഒരു കറുപ്പണിഞ്ഞ് വരുന്ന അയ്യപ്പ ഭക്തരുണ്ടെന്ന്, മാലയിട്ട് വരുന്നവരുണ്ടെന്ന്, കൊന്തയിട്ട് വരുന്നവരുണ്ടെന്ന്, തലയിൽ തട്ടവിട്ട് വരുന്നവരുണ്ടെന്നും അവരെല്ലാം കൂടി ചേരുന്നതാണ് നമ്മളെന്നല്ലേ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അതിനെല്ലാം അകറ്റിയെടുത്തിട്ട് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ ഇത് ആ പ്രശ്നത്തെ അന്നും ഇന്നും എന്താണോ അതിലുള്ള പൊസിഷൻ ഞാനത് പറയുന്നു. ഈ കുഞ്ഞിനെ ഇങ്ങനെ നിശബ്ദനായി മഴയത്ത് നിർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ ഹേറ്റ് ട്യൂബേഴ്സ് ആൻഡ് കെ സുരേന്ദ്രൻ ടൈപ്പ് ഓഫ് കക്ഷികളുണ്ടല്ലോ, അന്ന് മീൻ പിടിക്കാൻ വേണ്ടി മാക്സിമം കലക്കിയവർ, ഇപ്പം അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന ആൾക്കാർ, അവരാണെന്ന് ഞാൻ പറയും. നിഷ്പക്ഷരായിട്ടുള്ള എന്തിനാണ് നമ്മുടെ പൊതുക്രമത്തിനകത്ത് നിങ്ങൾ ഈ തട്ടവിട്ട് വരുന്നത്? അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നിഷ്കളങ്ക നാട്ടിക്കാരായിട്ടുള്ള അവരുണ്ട്. അവർക്ക് പോലും വോയിസ് ഇല്ലാണ്ടായി പോയി കാരണം.